സമൂഹത്തിൽ നിന്നും ക്ലാസ് മുറികളിലേക്ക് എല്ലാ കുട്ടികൾക്കും കേൾവി സംരക്ഷണം എന്ന സന്ദേശവുമായി നിലമ്പൂർ ജില്ലാ ആശുപത്രിയിൽ ലോക കേൾവി ദിനം ആചരിച്ചു. ദിനാചരണത്തിന്റെ ഭാഗമായി സംഘടിപ്പിച്ച ബോധവൽക്കരണ ക്ലാസ് മജീഷ്യൻ ആർ.കെ. മലയത്ത് ഉദ്ഘാടനം ചെയ്തു. കേൾവി ആനന്ദിക്കുകയാണ് വേണ്ടത്, ആനന്ദത്തോടു കൂടി നമ്മൾ കേൾക്കുകയാണ് വേണ്ടത്. നമുക്ക് 5 ഇന്ദ്രിയങ്ങളാണുള്ളത്, പഞ്ചേന്ദ്രിയങ്ങൾ. അതിൽ 5 പ്രധാനപ്പെട്ടതാണ്. ഏറ്റവും പ്രധാനപ്പെട്ടത് കണ്ണാണ്. നമുക്ക് ലഭിക്കുന്ന അറിവുകൾ 65% അറിവുകൾ ലഭിക്കുന്നതും കാഴ്ചയിലൂടെയാണ്. ബാക്കി 20-25% അറിവുകൾ ലഭിക്കുന്നത് ചെവിയിലൂടെയാണ്. ബാക്കിയുള്ളതൊക്കെ ചെറിയ ചെറിയ പെർസെൻറ്റേജിലൂടെ നാക്ക്, അതുപോലെ തന്നെ തൊലി, മൂക്ക് എന്ന രീതിയിൽ പോകുന്നു. കാഴ്ചയിലൂടെയുള്ള അറിവ് ലഭിക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ നോക്കണം, അല്ലെങ്കിൽ കാണണം. ഇവിടേക്ക് നമ്മൾ വരുന്ന സമയത്ത് ഒരു ദുരന്തമായിട്ടുള്ള ഒരു കാഴ്ചയോടെ കാണുകയാണ്. ഒരു രോഗിയെ കൊണ്ടുവരുന്നു, വലിയ ആക്സിഡന്റ് പെട്ട ഒരു രോഗിയാണ്. അയ്യോ, ഇത് കാണാൻ വയ്യാതെ നമുക്ക് കണ്ണ് പൊത്താം, അല്ലെങ്കിൽ തിരിഞ്ഞു നടക്കാം. പക്ഷേ നിങ്ങൾ ഇവിടേക്ക് വരുമ്പോൾ ഒരു ബൈക്കിലൂടെ ഒരു അനൗൺസ്മെന്റ് കേൾക്കുകയാണ്. നിങ്ങൾക്ക് വല്ലതും ചെയ്യാൻ പറ്റുമോ? നിർബന്ധമായിട്ടും നമ്മൾ കേൾക്കാൻ നിർബന്ധിതരാകുന്നു. അങ്ങനെ നമ്മുടെ തലയിലേക്ക് അടിച്ചേൽപ്പിക്കുകയാണ് ആ ശബ്ദം ചെയ്യുന്നത്. ജില്ലാ ആശുപത്രി സൂപ്രണ്ട് ഡോക്ടർ ഷിബുലാൽ എ ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു. RMO ഡോക്ടർ അബ്ദുൽ നിസാർ AP സ്വാഗതം ആശംസിച്ചു. കുട്ടികളിലെ കേൾവി സംരക്ഷണം ഓരോ കുട്ടിയുടെയും അവകാശമാണെന്നും അത് ഉറപ്പുവരുത്തുവാൻ സമൂഹം ജാഗ്രത പാലിക്കണമെന്നും ചടങ്ങിൽ സംസാരിച്ചവർ വ്യക്തമാക്കി. കേൾവി സംരക്ഷണത്തിന്റെ പ്രാധാന്യത്തെക്കുറിച്ച് ENT കൺസൾട്ടന്റുമാരായ ഡോക്ടർ റഫീഖ് അലി, ഡോക്ടർ അബ്ദുൽ ജലീൽ PK, ഓഡിയോളജിസ്റ്റ് ആര്യ എന്നിവർ ക്ലാസുകൾ നയിച്ചു. ചടങ്ങിൽ U നരേന്ദ്രൻ, BRC ബ്ലോക്ക് പ്രോഗ്രാം കോർഡിനേറ്റർ A മനോജ് കുമാർ, സഫറുള്ള CK എന്നിവർ ആശംസകൾ നേർന്ന് സംസാരിച്ചു. ആരോഗ്യ വകുപ്പിന്റെയും ആരോഗ്യ കേരളത്തിന്റെയും സംയുക്ത ആഭിമുഖ്യത്തിലാണ് പരിപാടി സംഘടിപ്പിച്ചത്. SS Gold, Pure Gold. SS Group, നിലമ്പൂർ.